പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ദേവയാനി ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്, അവൻ പോയി എൻ്റെ നയനമോളെ കൂട്ടിക്കൊണ്ട് വന്നില്ല എങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരും. ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് എൻ്റെ നയനമോളുടെ കൂടെ തന്നെ ജീവിക്കണം. എൻ്റെ കണ്ണടിയുന്നത് വരെ എൻ്റെ കൂടെ അവൾ ഉണ്ടാകണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഏതായാലും ദേവേനി എല്ലാം തുറന്ന് പറഞ്ഞിട്ടും ആദർശ് വലിയ മൈൻഡ് ചെയ്യാതെ പോയപ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് ജയനും അജയനും ഒക്കെ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഏട്ടത്തി എല്ലാം തുറന്ന് പറഞ്ഞിട്ടും ആദർശിന് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ ഏട്ടാ എന്നിങ്ങനെ ചെറിയൊരു ടെൻഷൻ പോലെ പറയുന്നുണ്ട് കേട്ടോ ജയനോട്. ഏതായാലും അവിടുന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന ആദർശ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ നയനയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും അയ്യോ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതായിരിക്കും ഓർത്ത് കനികയും ഗോവിന്ദനും ഒക്കെ ഒരുപാട് സന്തോഷിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതല്ല എന്ന്. എന്നിട്ട് നയനോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെയും കൊണ്ടല്ലാതെ വീട്ടിലോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പം എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്നിട്ട് നിന്നെ അവിടെ സ്നേഹിച്ച് കൂടെ നിർത്തും. കാരണം എന്നേക്കാളേറെ അമ്മ ഇപ്പം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയും. അന്നേരം നയന ചോദിക്കുവാണ്, എന്നെ അങ്ങനെ കൈവിട്ട് കളയാൻ ആദർശേന് പറ്റുമെന്ന്. അന്നേരം ആദർശ് വളരെ കൂളായിട്ട് പറയുവാണ്, പറ്റും. നിന്നെ കൈവിട്ട് കളയുക എന്നല്ല, ഇനി ഒരിക്കലും നിന്നെ ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത്രയ്ക്ക് ഞാൻ നിന്നെ വെറുത്തുപോയി എന്നൊക്കെ ആദർശ് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ നയനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.